ദമ്പതികൾ തമ്മിലുള്ള തർക്കത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അമ്മ കടന്നു കളഞ്ഞു. പാലക്കാട് പുതുശ്ശേരി കൂട്ടുപാതയിലാണ് അസം സ്വദേശിയായ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. 1 മാസം മുമ്പ് അമ്മ കുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം നടത്തിയെന്നും വിവരമുണ്ട്. വിനേഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനേഷ്, എത്ര മാസം പ്രായമുള്ള കുഞ്ഞാണ്? എൽദോ, ഇത് അസം ദമ്പതികളാണ്. ഇവരുടെ 2 മാസം പ്രായമായ കുഞ്ഞിനെയാണ് അമ്മ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. പാലക്കാട് പുതുശ്ശേരി കൂട്ടുപാതയിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. ഇവിടെയാണ് ഉപേക്ഷിച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ അസം സ്വദേശികളായ ദമ്പതികൾ തമ്മിൽ നിരന്തരമായി തർക്കം ഉണ്ടാവാറുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ്, ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കുട്ടിയെ, അതായത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഈ സ്ഥലത്ത്, അതായത് ഈ കൂട്ടുപാതയിലുള്ള കെട്ടിടത്തിന് താഴെയുള്ള ലോട്ടറി വിൽപ്പനക്കാരിയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് എത്തി കുഞ്ഞിനെ ഏറ്റെടുത്തു. ശിശു സംരക്ഷണ സമിതിയുടെ ഉത്തരവ് പ്രകാരം മലമ്പുഴയുള്ള ആനന്ദ് ഭവനിലേക്ക് കുഞ്ഞിനെ മാറ്റിയിട്ടുണ്ട്. 1 മാസം മുമ്പും ഇതുപോലെ തന്നെ കുഞ്ഞിനെ വിൽക്കാൻ ഇവരൊരു ശ്രമം നടത്തിയിരുന്നു. അന്ന് പോലീസ് ഇവരെ താക്കീത് ചെയ്ത് വിട്ടയച്ചതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വിനേഷ്, ഈ കെട്ടിടത്തിൽ എന്ന് പറഞ്ഞാൽ അത് എന്താ, ഒഴിഞ്ഞ കെട്ടിടമാണോ? എവിടെയാണ് ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിച്ചത് ഈ അമ്മ? എൽദോ, പുതുശ്ശേരിയിലുള്ള ഒരു കൂട്ടുപാത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അതായത് ഇവിടെ ഈ കൂട്ടുപാതയിലുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടമുണ്ട്. ഈ കെട്ടിടത്തിന് താഴെ ആണ് ഈ ലോട്ടറി വിൽപ്പനക്കാരി ഉണ്ടായിരുന്നത്. ഈ കെട്ടിടത്തിന്റെ ഒരു സൈഡിലാണ് കുഞ്ഞിനെ, അതിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഉപേക്ഷിച്ച നിലയിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ ഇന്നലെ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം. തുടർന്നാണ് ഇവരെ പോലീസിൽ അറിയിക്കുന്നത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ഈ ലോട്ടറി വിൽപ്പനക്കാരി ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയതിനു ശേഷമാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. എന്തായാലും മുമ്പും ഇതുപോലെ തന്നെ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരെ രണ്ടുപേരെയും കണ്ടെത്താനുള്ള, കുഞ്ഞിന്റെ മാതാപിതാക്കളെ കണ്ടെത്താനുള്ള ഒരു ഊർജിത ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. അപ്പോൾ അമ്മ മാത്രമല്ല അച്ഛനും രണ്ടുപേരും ചേർന്ന് കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന് മനസ്സിലാക്കണം. അച്ഛനും അമ്മയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തെ തുടർന്നാണ് അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ച് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. എന്തായാലും ഇതിലാരെങ്കിലും ഇവർ പിടിയിലായാൽ മാത്രമേ ഇതിനൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ. അതായത് ഈ അസം ടീമുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അവരുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ ഉണ്ട്. ഇത്തരത്തിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുമായി പോലീസ് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇവർ തമ്മിൽ നിരന്തരമായി തർക്കമുണ്ടാകാറുണ്ട്. മുമ്പ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കുഞ്ഞിനെ മുമ്പും ഇതുപോലെ തന്നെ വിൽക്കാൻ ഒരു ശ്രമം നടത്തിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അന്ന് ഇവരെ യഥാസമയം തന്നെ ഇത് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് ഇവരെ താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു എന്നായിരുന്നു നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൽ ഈ അമ്മയോ അല്ലെങ്കിൽ അച്ഛനെയോ ഇവരെ ആരെങ്കിലും കണ്ടെത്തിയാൽ മാത്രമായിരിക്കും ഇതെന്താണ് ഇതിന്റെ കാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. ശരി, വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ എന്താണെങ്കിലും കേരള പോലീസ് വനിതാ പോലീസ് സംഘത്തിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ പോലീസിൻ്റെ ചിരിയോടുള്ള മുഖം, അത് സന്തോഷകരമായിട്ടുള്ള കാഴ്ച. കുഞ്ഞിനെ സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ. വിനേഷാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.